എറണാകുളത്തെ മുഖാമുഖ കുർബാനക്കാർ പ്രതിസന്ധിയിലേക്ക്. സ്വർഗത്തിലെ അടിമത്തം വേണോ, നരകത്തിലെ ഭരണം വേണോ? സീറോ മലബാർ സഭയിലെ പ്രതിസന്ധിയിലാക്കിയ കുർബാന അർപ്പണ രീതിയിലെ ഭിന്നത ഈ ക്രിസ്തുമസ് അവസാനിക്കുമ്പോൾ അവസാനിക്കുമെന്ന് വിചാരിക്കാം. പുതിയ സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്ററുടെ പ്രാർത്ഥനാ കാർഡൊക്കെ പുറത്തു വന്നു. ദൈവം ഇടപെടട്ടെ. മാർപ്പാപ്പ നിയമിച്ച മുൻ അഡ്മിനിസ്ട്രേറ്ററെ ആക്ഷേപിച്ച് ഭീഷണിപ്പെടുത്തി വധശ്രമം വരെ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. മാർപ്പാപ്പയുടെ പ്രതിനിധി എന്നാൽ മാർപ്പാപ്പ തന്നെ വന്ന് എന്ന് പറയാവുന്ന പൊന്തഫിക്കൽ ഡെലിഗേറ്റിനെ മുഖാമുഖ കുർബാനക്കാരൻ മുഖാമുഖം നിന്ന് വിളിച്ച അസഭ്യം എല്ലാവരും കേട്ടതാണ്. എന്നിട്ടും അവർ പറയുന്നു മാർപ്പാപ്പയുടെ കീഴിൽ ഒരു പുതിയ സഭ അവർക്ക് വേണമെന്ന്. കേരളത്തിലെ മെത്രാന്മാരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾ നിരന്തരം ആക്ഷേപിക്കുന്ന മാർപ്പാപ്പയുടെ കീഴിൽ എന്തിനാണ് നിങ്ങൾ ഒരു പുതിയ സഭയായി നിൽക്കുന്നത്? സ്വന്തം താല്പര്യപ്രകാരം കോടതി വിധി വന്നില്ലെങ്കിൽ കോടതിയെ ചീത്ത പറയുന്ന കമ്മ്യൂണിസ്റ്റ് ലൈനാണ് ഷൈപ്പു അന്തോണിയുടേത്. മാർപ്പാപ്പയെ ഞങ്ങൾ അനുസരിക്കുമെന്ന് പറയുകയും മാർപ്പാപ്പ വിവരമില്ലാതെയാണ് ഓരോന്ന് പറയുന്നതെന്ന് മൈക്ക് കെട്ടി അലറുന്നത് വിരോധം കൊണ്ടുള്ള ആഭാസമാണ്. മാർപ്പാപ്പ റബ്ബർ സ്റ്റാമ്പാണെന്ന് പറയുകയും ഞങ്ങളുടെ പക്ഷത്ത് നിന്നാൽ അദ്ദേഹത്തെ അനുസരിക്കും എന്നല്ലേ നിങ്ങൾ പറയുന്നതിൻ്റെ ചുരുക്കം? അതും വിരോധാഭാസമാണ്. മുഖാമുഖ കുർബാനക്കാരുടെ മുന്നിൽ രണ്ട് വഴിയേ ഉള്ളൂ. സ്വർഗത്തിലെ അടിമത്തം സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ സഭയുണ്ടാക്കി കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ നിന്നും പുറത്തു പോകുക. ഈ സംഭവങ്ങളോട് സാമ്യമില്ലെങ്കിലും സുറിയാനി സഭയെ ഭരിക്കാൻ വന്ന ഈശോ സഭാ വൈദികർക്കെതിരെ നടന്ന കൂനംകുരിശ് സത്യക്കാരുടെ ചരിത്രം അല്പം വിവരിക്കുന്നത് അവസരോചിതമാണെന്ന് തോന്നുന്നു. സുറിയാനി സഭാ പിതാക്കന്മാരെ ഉപദ്രവിച്ചും ആരാധനക്രമത്തെ അട്ടിമറിച്ചും സുറിയാനി വൈദികരെ ലത്തീനീകരിക്കാൻ ശ്രമിച്ചും മുന്നേറിയ പാശ്ചാത്യ മിഷണറിമാർക്കെതിരെ മട്ടാഞ്ചേരി പള്ളിമുറ്റത്ത് ഒത്തുചേർന്നത് 25,000 സുറിയാനിക്കാരാണ്. അവർ അവിടെ കുരിശിൽ 4 വശത്തേക്ക് കയറ് കെട്ടി അതിൽ പിടിച്ച് സത്യം ചെയ്തു. സമ്പാളൂർ പാതിരിമാരെയും ഗാർസിയ മെത്രാപ്പോലിത്തയെയും പറങ്കികളെയും അനുസരിക്കുകയില്ല എന്ന്. 1653 ജനുവരി 3 നടന്ന ആ സംഭവം കൂനംകുരിശ് സത്യം എന്നറിയപ്പെട്ടു. സത്യപ്രഖ്യാപനത്തിനു ശേഷം എന്തു ചെയ്യണമെന്ന് നേതാക്കന്മാർക്ക് അറിയില്ലായിരുന്നു. അവർ ആകപ്പാടെ ഭയത്തിലായി. ആലങ്ങാട് പള്ളിയിൽ മെയ് 22 സ്വർഗാരോഹണ തിരുനാളിൽ ഒത്തുചേരാൻ വിളിച്ചറിയിച്ച് പിരിഞ്ഞു. സത്യപ്രഖ്യാപനത്തിന് നേതൃത്വം കൊടുത്ത ആഞ്ഞിലമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ ആലങ്ങാട്ടെ പ്രസംഗം കേട്ട് അണികൾ ആവേശം കൊണ്ടു. 12 മൂപ്പന്മാർ ചേർന്ന് തോമ അർക്കദിയോക്കോനെ മെത്രാനായി വാഴിക്കാൻ തീരുമാനമായി. മുടി ധരിപ്പിക്കാൻ ഇട്ടിത്തൊമ്മൻ കത്തനാരെയും നിശ്ചയിച്ചു. പക്ഷേ കത്തനാർ തക്ക സമയത്ത് ഒളിവിലായി. കത്തനാർ പിന്നീട് കൂട്ടുകാരോട് പറഞ്ഞത് 1000 അമ്പിട്ട കത്തി കൂടിയാൽ മരം മുറിക്കുമോ എന്നാണ്. അമ്പിട്ടൻ എന്നാൽ ബാർബർ എന്നർത്ഥം. അങ്കമാലി കൊടുങ്ങല്ലൂർ അതിരൂപതാ ഭരണത്തിൽ നിന്നും ഗാർസിയ മെത്രാപ്പോലിത്തയെയും ഈശോ സഭാ മിഷണറിമാരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബദൽ ഭരണ സംവിധാനം നിലവിൽ വന്നു. അർക്കദിയാക്കോനെ 1-ാം മാർത്തോമയായി വാഴിച്ചതു മുതൽ പട്ടം മാർപ്പാപ്പയെ കൊണ്ട് സ്ഥിരീകരിക്കാൻ പല വഴികളും നോക്കിയെങ്കിലും 6-ാം മാർത്തോമ വരെ അതിന് കഴിഞ്ഞില്ല. തടസ്സം നിന്നത് ഇവിടെ തമ്പടിച്ച് കിടന്ന മിഷണറിമാരായിരുന്നു. അത് മറ്റൊരു ചരിത്രം. ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ വഴി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടും മുഖാമുഖ കുർബാനക്കാർ ഒതുങ്ങുന്നില്ല. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചാണ് വീഡിയോ ഇറക്കിയതെന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇവരോട് സംസാരിക്കാൻ ആരുമില്ല. സ്വതന്ത്ര സഭയുണ്ടാക്കി നരകത്തിലെ ഭരണത്തിനാണ് തുനിയുന്നതെങ്കിൽ ഇപ്പോൾ മുന്നണിയിലുള്ള എത്ര പേർ അവിടെയുണ്ടാകും എന്ന് സംശയിക്കണം. പറങ്കികളും മലങ്കര ക്രിസ്ത്യാനികളുമായുള്ള പോരാട്ടത്തിൽ സേനാനായകനും ധീരനും ജനനേതാവും വിദ്വാനുമായിരുന്ന ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാർ നിർണായക സമയത്ത് മുങ്ങിയെങ്കിൽ കേവലം മുഖാമുഖ കുർബാനയുടെ പേരിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്നവരുടെ നേതാക്കളുടെ കാര്യം പറയേണ്ടല്ലോ. മാർപ്പാപ്പയുടെ അധികാരത്തിന് കീഴിൽ നിന്ന് വിട്ടുപോകാൻ വിമത വിശ്വാസികളിൽ എത്ര പേർ
തയ്യാറാകും. 25,000 പേർ കൂനംകുരിശ് സത്യത്തിൽ പങ്കെടുത്തിട്ട് അവസാനമുണ്ടായിരുന്നത് പകുതിയിൽ താഴെ ആളുകൾ മാത്രം. കരയിൽ മെത്രാനെ കൂടെ കിട്ടിയെങ്കിൽ മുഖാമുഖ കുർബാനക്കാർ ചേർന്ന് വേറെ മെത്രാനെ വാഴിക്കേണ്ടി വരും. അഥവാ കുറേ പേർ പോയാലും വിമതന്മാർ ഭൂരിപക്ഷമുള്ള പള്ളികൾ പിടിച്ചെടുക്കാനും കൈവിട്ടു പോകുന്ന ഇടങ്ങളിൽ പള്ളിയും പള്ളിമുറിയും സെമിത്തേരിയുമൊക്കെ പണിയുവാനും ഇതിനൊക്കെ വേണ്ടിവരുന്ന പണം കൂടെയുള്ള അല്പവിശ്വാസികളുടെ തലയിലിരിക്കും. അച്ഛന്മാർ പള്ളി ഭരിക്കാൻ വരികയേയുള്ളൂ. വിഘടിക്കാൻ എളുപ്പമാണ്, പിന്നീടുള്ള അവസ്ഥ പരിതാപകരമായിരിക്കും. പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം നിഷേധിച്ച് ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്താൻ പ്രതിഷേധ കുർബാന ചൊല്ലി എത്ര നാൾ മുന്നോട്ട് പോകും? സാഹിത്യകാരനായിരുന്ന MN വിജയൻ ഒരിക്കൽ പറഞ്ഞു, ക്ഷേത്രപ്രവേശന വിളംബരം വന്നു, എല്ലാവരും അമ്പലത്തിൽ പോയി, പിറ്റേ ദിവസം പണിക്ക് പോയി. നിലവിലെ സഭാ സംവിധാന സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഒന്നേന്ന് തുടങ്ങുവാൻ വിശ്വാസികളെ കിട്ടിയെന്ന് വരില്ല. ക്രിസ്മസിന് സിനഡ് കുർബാന ചൊല്ലി നടപടി ഒഴിവാക്കി അടുത്ത ദിനം മുതൽ വീണ്ടും വിമതപ്പണി തുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിമത വൈദികരുടെ കൂടെയുള്ള വിശ്വാസികൾ ജാഗ്രത. 2ാം വത്തിക്കാൻ കൗൺസിൽ പണ്ടേ പറഞ്ഞു, നിങ്ങൾ ഉറവിടങ്ങളിലേക്ക് പോകുവാൻ അതിന് ബിഷപ്പുമാർ തയ്യാറല്ല. അതുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നത് ഉറവിടത്തിലേക്ക് തിരിയാതെ പ്രശ്നം അവസാനിക്കുകയില്ല. ഡൊമിനിക് സാവിയോ വാച്ചാച്ചിറയിൽ, ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.